ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാ? ഇത് നമ്മുടെ ആമയുടെ മുട്ടയാണ് കേട്ടോ. ഞാനീ പറമ്പിൽ നിന്നപ്പോഴത്തേക്കും നമ്മുടെ കോഴികൾ മാന്തി പുറക്കത്ത് കൊണ്ടുവന്നായിരുന്നു. ഞാനപ്പോൾ ഇത് പൊട്ടിപ്പോണ്ടല്ലോ എന്നോർത്ത് കുഴിച്ചിട്ടിട്ട് ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുകയും ചെയ്യാം. നമ്മുടെ മുട്ടയാണ് സേഫായിട്ട് ഇരുന്നോളും താനും. നേരെ എടുത്ത് നോക്കിയിട്ട് മുട്ടയ്ക്ക് പുറത്തുനിന്ന് വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി നേരെ ഇതെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ചെയ്ത് നോക്കണം. ഇവർ രണ്ടുപേരും കേട്ടോ നമുക്ക് ആ മുട്ട തിരഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊക്കി തന്ന ആൾക്കാർ. അവൻ തന്നെ ഓടിച്ചിട്ട് ഓലയിട്ട് മൂടുമായിരുന്നില്ല, ഇല്ലെങ്കിൽ ആ മുട്ട പൊട്ടിപ്പോവില്ലേ. ഇനി നേരെ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഉള്ളിലൂടെ ഞരമ്പ് ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ട്. ഏതായാലും ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് പൊട്ടാതെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നോക്കി നിൽക്കുന്നത്. ഇനി പാമ്പിൻ്റെ മുട്ടയാണോ അത് ആമയുടെ മുട്ടയാണോ എന്ന് അറിഞ്ഞാൽ മതി. ഏതായാലും വിരിയുമ്പോൾ എനിക്കിത്രയും ഇത് കണ്ടിട്ട് തോന്നുന്ന ആമ മുട്ടയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നല്ല ഉരുണ്ട് സൈസായിട്ടുള്ളതായിട്ട്. പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത് നമ്മുടെ കോഴിക്ക് അടവയ്ക്കാനെടുത്ത മണ്ണ. അതിൻ്റെ ഉള്ളിനകത്തേക്കാണ് നമ്മൾ ഇനി 2 മുട്ടയും വെച്ചിട്ട് മൂടി വയ്ക്കണേ. എന്നിട്ട് ഇനി അടുത്തത് വലയിട്ട് ഫുൾ റൗണ്ട് ചെയ്ത് വയ്ക്കാമെന്ന് ഓർത്തിട്ടാണ്. മുട്ട വിരിയുന്ന സമയത്ത് അത് വിരിഞ്ഞ മുട്ട പാമ്പാണേലും ആമയാണേലും നമുക്കറിയാൻ പറ്റുമല്ലോ എന്താ സംഭവം എന്ന്. അപ്പോൾ അതും കൂടി നോക്കാമെന്ന് ഓർത്തിട്ടാണ്.